നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ, അതായത് കാര്യമായി വലിയ റിസർച്ച് ഒന്നും ചെയ്ത് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റർ, അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ, അങ്ങനെയുള്ള നിക്ഷേപകർക്ക് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ, അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത് ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ദ ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റർ എന്നൊരു പുസ്തകവും അദ്ദേഹത്തിൻ്റെ തന്നെ പല പല പ്രഭാഷണങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റുകളാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ പല സിദ്ധാന്തങ്ങളും അദ്ദേഹം കാലം തെളിയിച്ചതാണ് ശരിയാണെന്ന്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പറഞ്ഞ സ്റ്റോക്ക് സെലക്ഷനൊക്കെ നടത്തുന്നത്. ഇത് പ്രധാനമായും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് മറ്റൊന്നും കൊണ്ടല്ല. കുറേ പേരൊക്കെ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്, എൻ്റെ ജോലി ഇന്ന ജോലിയാണ്, അധ്യാപകനാണ്, അല്ലെങ്കിൽ ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. അപ്പോൾ എനിക്ക് ഒരു 20 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ്, ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കോടികൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ കുറച്ചൊരു ആയിരങ്ങളൊക്കെ ഇപ്പം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്, എല്ലാ മാസവും അല്ലെങ്കിൽ ക്വാർട്ടർലിയും ഒക്കെ. കാരണം നമുക്ക് പലപ്പോഴും പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, നിങ്ങൾ 2001 ഈ കമ്പനിയിൽ 1000 രൂപ ഇട്ടിരുന്നെങ്കിൽ ഇപ്പോഴത് 50 ലക്ഷമായി മാറിയേനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ പലതും ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി ഫണ്ടമെൻ്റലി വളരെ ശക്തമായ കമ്പനികളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിക്ഷേപം നടത്തി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതായത് റിട്ടയർമെൻ്റ് ആകുമ്പോഴത്തേനും കുറച്ച് മോശമില്ലാത്തൊരു പണം കയ്യിൽ വരുന്നത്, അതായത് മോശമില്ലാത്ത പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷകൾക്ക് അതീതമായിട്ടുള്ളൊരു പണം കയ്യിൽ വരുന്നത്, എങ്ങനെ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങളൊക്കെ കുറേ കാലമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ തിയറിയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ 4 ഗ്രൗണ്ട് റൂൾസും 7 സ്റ്റോക്ക് സെലക്ഷൻ ക്രൈറ്റീരിയയും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ദീർഘകാലത്തേക്ക് നിങ്ങൾക്കൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളത്. ഇത് പറയപ്പെടുന്നത് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ കുറിച്ചല്ല, ഡിഫെൻസീവ് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ്. കാര്യമായി കമ്പനിയുടെ ഫണ്ടമെൻ്റൽസോ നമ്പേഴ്സിലോ ഒന്നും സ്ഥിരമായി നോക്കാൻ താല്പര്യമില്ലാത്തവരും, അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബെനിഫിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ തയ്യാറാക്കാമെന്നതാണ് ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 4 ഗ്രൗണ്ട് റൂൾസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഗ്രൗണ്ട് റൂള് മറ്റൊന്നുമല്ല, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സെക്ടറിലുള്ള പല പല കമ്പനികളിൽ നിങ്ങൾ നിക്ഷേപിക്കുക. അപ്പോൾ ആ കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ പറയും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. നിങ്ങൾ 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ITS ഫീൽഡിലോ അല്ലെങ്കിൽ മെറ്റലിലോ അല്ലെങ്കിൽ ബാങ്കിങ്ങിലോ ഫിനാൻസിലോ മാത്രം ഇടാതിരിക്കുക. നിങ്ങൾ 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ 10 സെക്ടറുകളിൽ നിങ്ങൾക്കിടാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും, റിസ്ക് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാൻ കഴിയും. കാരണം ഏതെങ്കിലും ഒരു സെക്ടർ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഫിനോമിനി ആയിട്ടോ ഒരു ആഗോള പ്രതിഭാസം കൊണ്ടോ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ മറ്റ് സെക്ടറുകൾ അത് ബാധിക്കില്ല. അപ്പോൾ അങ്ങനെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തെ ഗ്രൗണ്ട് റൂൾ. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക. വ്യത്യസ്തങ്ങളായ മേഖലയിൽ നിന്നുള്ള കമ്പനികളിൽ നിങ്ങൾ നിക്ഷേപിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കമ്പനികൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സുകൾ, കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് മോഡൽസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത കമ്പനികളും, അതേപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് വളരെയധികം വലുതായിട്ടുള്ള കമ്പനികളും സെലക്ട് ചെയ്യുക. വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ കമ്പനികളെ ഒഴിവാക്കി ലാർജ് ക്യാപ്പ് കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുക. ലാർജ് ക്യാപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലാർജ് ക്യാപ്പിൻ്റെയും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുക. അതാണ് രണ്ടാമത്തെ ഗ്രൗണ്ട് റൂൾ. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിക്ഷേപിക്കുന്ന കമ്പനികൾ സുസ്ഥിരമായി കഴിഞ്ഞ ഒരു 8 വർഷമെങ്കിലും ഡിവിഡൻഡ് പേ ഔട്ട് നടത്തുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. എത്ര ഡിവിഡൻഡ് എന്നതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കേണ്ട ആവശ്യമില്ല. എത്ര ശതമാനമാണ് ഡിവിഡൻഡ് ഈൽഡ്, എത്ര ശതമാനം ഡിവിഡൻഡ് കൊടുത്തു എന്നതിനെക്കുറിച്ചല്ല. ഡിവിഡൻഡ് 1 രൂപയെങ്കിലും അല്ലെങ്കിൽ 50 പൈസയെങ്കിലും കഴിഞ്ഞൊരു 8 വർഷമായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുക. മറ്റൊന്നും കണ്ടല്ല, ചില കമ്പനികൾ മാർക്കറ്റിലൊരു ചലനമുണ്ടാക്കാൻ വേണ്ടി കയ്യിലില്ലാത്ത പണമെടുത്ത് ഡിവിഡൻഡ് കൊടുക്കുന്ന പല ശീലങ്ങളുമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു 8 വർഷമായിട്ട് കൊടുക്കാൻ സാധാരണ രീതിയിൽ നടക്കില്ല. അടുത്തതായിട്ട്
നിങ്ങൾ P25 മുകളിലുള്ള കമ്പനികൾ സെലക്ട് ചെയ്യാതിരിക്കുക. അതായത് ഏണിങ്സിനേക്കാളും 25 ഇരട്ടി വരെ മാത്രം വിലയുള്ള കമ്പനികൾ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് മറ്റൊരു വാക്യത്തിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് 4 ഗ്രൗണ്ട് റൂൾസ്. അടുത്തതായിട്ട് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മാനദണ്ഡം ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. സ്മോൾ ക്യാപ്പായിട്ട് വളർന്ന് മിഡ് ക്യാപ്പിലേക്ക് വന്ന് ലാർജ് ക്യാപ്പിലേക്ക് അടുത്തിടെ വന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. കഴിഞ്ഞ ഒരു 5 വർഷമായി ലാർജ് ക്യാപ്പ് സ്റ്റോക്കായി തന്നെ നിലനിൽക്കുന്ന സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വില പെട്ടെന്ന് ഉയർന്നു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഉയർന്ന് ലാർജ് ക്യാപ്പായ ചില സ്റ്റോക്കുകളൊക്കെ ഉണ്ടാകാം. ഉദാഹരണമായിട്ട് ട്രൈഡൻറ്റ് നമ്മൾ ലാർജ് ക്യാപ്പായിട്ട് വേണമെങ്കിൽ ഇപ്പോഴും കണക്കാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇടക്കാലങ്ങളിൽ കണക്കാക്കാൻ കഴിയുമായിരുന്നു. കാരണം 10-22,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, കഴിഞ്ഞൊരു 5 വർഷമായിട്ടെങ്കിലും ലാർജ് ക്യാപ്പായി തുടരുന്ന കമ്പനികൾ, അതും 20,000 കോടി രൂപ എന്നുള്ള കണക്കല്ല, മിനിമം 40,000 കോടിയുടെ മുകളിലെങ്കിലും മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾ സെലക്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ മാനദണ്ഡം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. കാരണം ലാർജ് ക്യാപ്പ് കമ്പനികളെ സംബന്ധിച്ച് ഒന്ന്, അവർ ബിസിനസ്സിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പെട്ടെന്നുള്ള റവന്യൂവിലുള്ള കുതിച്ചു ചാട്ടങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് റവന്യൂവിലുള്ള വലിയ ഡിപ്പോ ഒന്നും ഈ പറഞ്ഞ ലാർജ് ക്യാപ്പ് കമ്പനികൾക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ സുസ്ഥിരമായിട്ടുള്ള ഒരു വളർച്ച അത് നമുക്ക് സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ മാനദണ്ഡം മറ്റൊന്നുമല്ല, ഒരു വളരെ നല്ല കറണ്ട് റേഷ്യോ കുറച്ച് വർഷങ്ങളായി നിലനിർത്തുന്ന, കുറച്ച് വർഷം എന്ന് പറയുമ്പം കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് നല്ല നിലയിലുള്ള ഒരു കറണ്ട് റേഷ്യോ നിലനിർത്തുന്ന കമ്പനികൾ മാത്രം തിരഞ്ഞെടുക്കുക. കാരണം കറണ്ട് റേഷ്യോ എന്താണ് ഇൻഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സമീപകാലങ്ങളിലുള്ള കടബാധ്യതകളോ ക്യാഷ് ഡിമാൻഡ്സോ ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ കഴിവാണ് സത്യത്തിൽ കറണ്ട് റേഷ്യോ തരുന്ന ഒരു മെഷർ. അപ്പം അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലയബിലിറ്റീസ് ആണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം അസറ്റ്സ് വളരെ കൂടുതലും ലയബിലിറ്റീസ് ബാധ്യതകൾ കുറയുകയും ചെയ്യുന്ന സമയത്താണ് കറണ്ട് റേഷ്യോ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ, അതായത് അസറ്റ്സ് ആസ്തികൾ ബാധ്യതകളെക്കാളും കൂടുതലായിരിക്കുമ്പോഴാണ് 1 എന്ന് പറയുന്ന ഒരു നമ്പർ വരുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉള്ള ഒരു കറണ്ട് അസറ്റുള്ള കറണ്ട് റേഷ്യോ ഉള്ള കമ്പനികളാണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3-4 വർഷങ്ങളായിട്ട് കറണ്ട് റേഷ്യോ 1ൻ്റെ മുകളിലാണ് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നൊരു കാര്യം കമ്പനിയുടെ ഫിസ്ക്കൽസ്, കമ്പനിയുടെ സാമ്പത്തികമായ നില സുസ്ഥിരമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് വെച്ചാൽ പല കമ്പനികളും ഈ പറഞ്ഞ പോലെ ബുക്സിൻ്റെ അകത്തൊക്കെ 1-2 വർഷങ്ങളൊക്കെ മാനിപ്പുലേഷൻ നടത്തി നല്ലൊരു ഇംപ്രഷൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നതായിട്ടുള്ള പല സിറ്റുവേഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡിഫെൻസീവ് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയുന്നത്. മൂന്നാമത്തെ ക്രൈറ്റീരിയ വേറൊന്നുമല്ല, കമ്പനിയുടെ ഏർണിങ്സ് അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഇത് രണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസിറ്റീവ് നമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. എത്ര കാലത്തേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 വർഷത്തിൽ കുറയാത്ത ഒരു കാലയളവിൽ. അത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, കമ്പനിയുടെ ബിസിനസ് മോഡൽ ഇന്ന് വരെ വിജയകരമാണ് കഴിഞ്ഞ ഒരു 8 വർഷമായിട്ടെന്നാണ്. അപ്പോൾ കമ്പനിയുടെ ഏർണിങ്സ് സുസ്ഥിരമാണെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ നമ്പേഴ്സ് എത്ര വേണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വലിയ ഹയർ പ്രോഫിറ്റ് മാർജിൻ വേണോ ലോവർ വേണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം സെക്ടർ അനുസരിച്ച് പ്രോഫിറ്റ് മാർജിൻ മാറിക്കൊണ്ടിരിക്കും. സോഫ്റ്റ്വെയർ സെക്ടേഴ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റേറ്റിംഗ് സെക്ടറൊക്കെ ആണെങ്കിൽ NPM വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കും. അതേസമയം വളരെ അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള പല സെക്ടേഴ്സൊക്കെ ആണെങ്കിൽ, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടർ അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് മാർജിനും താഴ്ന്നു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് മാർജിൻ ഏത് നമ്പർ വേണമെന്ന് പറയുന്നില്ല, പക്ഷേ അത് സുസ്ഥിരമാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നാലാമത്തെ മാനദണ്ഡം ഡിവിഡൻഡ് പേയിങ് ഹിസ്റ്ററിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവിഡൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് ഡിവിഡൻഡ് ഈൽഡ് എത്രയെന്നോ ഡിവിഡൻഡ് പെർസെൻറ്റേജ് എത്രയെന്നോ ഉള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. ഡിവിഡൻഡ് സുസ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു മിനിമം ഒരു 8 വർഷമായിട്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അഞ്ചാമത്തെ കാര്യം ഏർണിങ്സ് ഗ്രോത്ത് ആണ്. അപ്പോൾ ഏർണിങ്സ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഏർണിങ്സിനെ കുറിച്ച് പറഞ്ഞു. ഏർണിങ്സ് ഉണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക 8 വർഷമായിട്ട്. ഇതേ 8 വർഷം തന്നെ ഏറ്റവും മിനിമം 5% ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിന് അപവാദമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്നത്, ഇപ്പോഴാണ് നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്ന 2021 സാമ്പത്തിക വർഷത്തെ ഏർണിങ്സ് ചിലപ്പോൾ കുറവായിരിക്കാം, ഗ്രോത്ത് ഉണ്ടാകില്ല. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു കോവിഡ് എന്നുള്ള മഹാമാരി വന്നു വിട്ടു. അല്ലാത്ത രീതിയിൽ എല്ലാ സമയത്തും ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. മറ്റൊന്നിനും വേണ്ടിയല്ല, ഏർണിങ്സ് സ്റ്റാഗ്നൻ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു സെക്ടറിന് ഭാവിയിലേക്ക് വളരാൻ കാര്യമായിട്ട് ഒരു സ്പേസ് ഇല്ല എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഏണിങ്സ് ഗ്രോത്ത് അറ്റ്ലീസ്റ്റ് സുസ്ഥിരമായിട്ട് ഒരു 5% എങ്കിലും നിലനിർത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 8 വർഷമായിട്ട് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ അത് 40% കൂടുതലെത്തി. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഇനിയും വളരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. അത് ആത്യന്തികമായി നിങ്ങളുടെ ഷെയർ പ്രൈസിലും റിഫ്ലക്റ്റ് ചെയ്യും. 6ാമത്തെ മാനദണ്ഡം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഏർണിങ്സ് ആണ്, PE ആണ്. PE 25-ന് മുകളിലുള്ള കമ്പനികൾ സെലക്ട് ചെയ്യാതിരിക്കുക. എന്ത് കാരണം കൊണ്ടാണെങ്കിൽ വളരെയധികം ഗ്രോത്തുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭയങ്കര ഗ്രോത്തുള്ള, പ്രോസ്പെക്റ്റീവായിട്ടുള്ള പല കമ്പനികളും ചിലപ്പോൾ 70-80 ഒക്കെ ഉണ്ടാകാം. സാധാരണ ട്രേഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലത്തേക്ക് നിക്ഷേപിക്കുന്നവരോ സ്ഥിരമായി മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നവരോ അവർക്കൊക്കെ അങ്ങനത്തെ കമ്പനികളൊക്കെ സെലക്ട് ചെയ്യാം. കാരണം ചിലപ്പോൾ വലിയൊരു PE എന്ന് പറയുന്നത് കമ്പനി മോശമോ ആണെന്നുള്ളത് അതിൻ്റെ അർത്ഥമില്ല. അതേസമയം കമ്പനിയുടെ ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തിനെ ആയിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. ഉദാഹരണമായിട്ട് അദാനി കമ്പനികൾ, ചിലപ്പം IRCTC, ഇതുപോലെ മറ്റനേകം കമ്പനികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്, ക്വാളിറ്റി നമ്പേഴ്സാണ്, ക്വാളിറ്റി ക്യാഷ് ഫ്ലോ ആണ്. അതേസമയം തന്നെ PE വളരെ ഉയർന്നു നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം കമ്പനിയുടെ വളർച്ച ഏണിങ്സിനേക്കാളും മറികടന്ന് അപ്പുറം പോകുന്നു. അതുകൊണ്ട് തന്നെ വില, ഇതുണ്ടാക്കുന്ന ഈ കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ നല്ലൊരു പോസിറ്റീവ് വൈബ്സ് ആണ്, പോസിറ്റീവായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെയധികം കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിന് ഉയർന്നു കഴിഞ്ഞാൽ പ്രൈസ് ഏണിങ്സിനേക്കാളും ആനുപാതികമല്ലാതെ വളരെയധികം കയറിപ്പോകുന്ന ഒരു നിലയെത്തും. അങ്ങനെയുള്ള രീതിയിൽ PE റേഷ്യോ ഉയർന്നു നിൽക്കും. അതിൻ്റെ അർത്ഥം ഈ കമ്പനി മോശമാണെന്നോ ഇപ്പോൾ അത് ഓവർ വാല്യൂഡ് ആണെന്നോ അർത്ഥമില്ല. പക്ഷേ നിങ്ങളൊരു ഡിഫെൻസീവ് ഇൻവെസ്റ്റർ ആയിരിക്കുമ്പോൾ ദീർഘകാലത്തേക്ക് കാര്യമായി മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ, നിരീക്ഷിക്കാൻ ഉള്ള ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ സമയമോ സൗകര്യമോ ഇല്ലാത്തൊരു നിക്ഷേപകനാണെങ്കിൽ ഈ പറഞ്ഞ റിസ്കുകളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടേണ്ട ആവശ്യമില്ല. PE നിങ്ങൾ 25-ൻ്റെ താഴെ എന്നുള്ള ഒരു മാനദണ്ഡം അടിസ്ഥാനമാക്കി മാത്രം നിങ്ങൾ നിക്ഷേപത്തിന് ഒരുങ്ങുക. 7ാമത്തെ അവസാനത്തെ ആയിട്ടുള്ള മാനദണ്ഡം പ്രൈസ് ടു അസറ്റ് റേഷ്യോ ആണ്. അപ്പോൾ പ്രൈസ് ടു അസറ്റ് റേഷ്യോ സാധാരണ രീതിയിൽ നമ്മൾ പലപ്പോഴും വാല്യൂഷന് വേണ്ടി ഉപയോഗിക്കാറില്ല. വളരെ ഒരു സെക്കൻഡറി വാല്യൂഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കാറ്. കാരണം അതൊരു കുറച്ചൊരു ക്രിട്ടിക്കലും കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു റേഷ്യോ ആണത്. മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ഉദാഹരണമായിട്ട് ഈ പ്രൈസ് ടു അസറ്റ് റേഷ്യോ നമ്മളൊരു IT കമ്പനികളുടെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, കാരണം അതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനികളല്ല IT കമ്പനികൾ അല്ലെങ്കിൽ റേറ്റിംഗ് കമ്പനികൾ. ഇപ്പോൾ ക്രിസിൽ പോലത്തെ റേറ്റിംഗ് കമ്പനി ക്യാപിറ്റൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റലൊന്നും കാര്യമായിട്ട് ഒന്നും ഉണ്ടാകില്ല. അതേസമയം തന്നെ റവന്യൂ മോശമില്ല, അത് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൈസ് ടു അസറ്റ് റേഷ്യോ സാധാരണ മാനുഫാക്ചറിങ് കമ്പനികൾക്കോ നമുക്ക് പാരമ്പര്യമായി നടക്കുന്ന പല കമ്പനികൾക്കോ സിമെൻറ്റ് കമ്പനി അങ്ങനെയൊക്കെയുള്ള കമ്പനികൾക്കൊക്കെ ഇത് വളരെ നല്ലൊരു റേഷ്യോ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയും, പ്രൈസ് ടു അസറ്റ് റേഷ്യോ. അപ്പോൾ പ്രൈസ് ടു അസറ്റ് റേഷ്യോ എല്ലാത്തിനും ഒരേപോലെ കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ അത് 11-ൻ്റെ താഴെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പോഴത്തെ ഷെയറിൻ്റെ വില ബുക്ക് വാല്യൂവിൻ്റെ 11 ഇരട്ടിയിൽ കൂടുതലല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതിനിവിടെ കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർക്ക് സംബന്ധിച്ച് മറ്റൊരു ഫാക്ടറും കൂടി നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്നത്, 7 കൂടാതെ കണക്കാക്കാൻ പറ്റുന്ന മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രൈസ് ടു ബുക്ക് വാല്യൂ, പ്രൈസ് ടു അസറ്റ്, ഈ 2 റേഷ്യോസ്, ഈ 2 റേഷ്യോസിൻ്റെയും പ്രോഡക്റ്റ് 22-ൻ്റെ താഴെയാണെന്നുള്ളതും നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ടു അസറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് IT കമ്പനികൾക്ക്, അസറ്റ് ലൈറ്റ് മോഡൽസ് വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. കാരണം അസറ്റ് കുറവായതുകൊണ്ട് എപ്പോഴും വലിയൊരു നമ്പറാണ് കിട്ടുക. പക്ഷേ പ്രൈസ് ടു ബുക്ക് വാല്യൂ അത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് ടു ബുക്ക് വാല്യൂ ഗുണം പ്രൈസ് ടു അസറ്റ് എന്ന് പറയുന്നത് അത് 22-ന് താഴെയാണെന്നുള്ളത് നമുക്ക് യൂണിവേഴ്സലായിട്ട് ഏത് കമ്പനികളുടെ കാര്യത്തിൻ്റെ അകത്തും വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അപ്പോൾ അവസാനത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളൊരു ചെറിയ ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നോക്കുന്നതിൽ വലിയ കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊരു അസറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യമായി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വിവരമില്ല, നിങ്ങളുടെ ജോലി, മറ്റ് ജോലി, പ്രധാനപ്പെട്ടൊരു ജോലി നിങ്ങൾക്ക് വളരെ വലുതാണ്, ആ കാര്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ഇത് നോക്കാനുള്ള സമയമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് 10-15 വർഷം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ കമ്പനി ഇവിടെ നിലനിൽക്കണമെന്നും അതിൻ്റെ അകത്ത് നിന്ന് മോശമില്ലാത്ത കോമ്പൗണ്ട് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു റിട്ടേൺസ് കിട്ടണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു 4 ഗ്രൗണ്ട് റൂൾസും 7 സ്റ്റോക്ക് സെലക്ഷൻ ക്രൈറ്റീരിയയും ഫോളോ ചെയ്താൽ മോശമില്ലാത്ത ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കും.
ഏറ്റവും മിനിമം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനെങ്കിലും ലഭിക്കും. നിഫ്റ്റിയിലും സെൻസെക്സിനുള്ള പല കമ്പനികൾ വരെ പൂട്ടിപ്പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കാൻ മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.